ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്ത 2 ടെമ്പറേച്ചർ സെൻസേഴ്സിനെ പറ്റി പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ടെമ്പറേച്ചർ സെൻസേഴ്സിനെ പറ്റി പഠിച്ചു. അതായത് ആദ്യത്തെ ഈ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറയുന്ന ടൈപ്പും പിന്നെ RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ സെൻസറും. ഇനി ഒരു 3 എണ്ണം കൂടിയുണ്ട്. അതിൽ 2 എണ്ണം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് തെർമിസ്റ്റർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ സെൻസർ. ഈ തെർമിസ്റ്റർ സംഭവം ഈ ഷേപ്പിലുള്ള, അതായത് ഈ ടൈപ്പ് ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം നിങ്ങൾ ചിലപ്പം കണ്ടു കാണും. ഈ പണ്ടത്തെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഈ ഷേപ്പിലുള്ള സംഭവങ്ങളെ എലമെൻറ്റ്സ് എല്ലാം കണ്ടുവന്നിരിക്കും. ഇതെല്ലാം തെർമിസ്റ്റർ ആണ്. അതായത് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ട്, ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കാനായിട്ടുള്ള ചെറിയ എലമെൻറ്റ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാമാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഈ തെർമിസ്റ്റർ ബേസിക്കലി ഈ 3 ഷേപ്പിലാണ് കിട്ടുന്നത്. ഈ ബേഡ് തെർമിസ്റ്റർ, അതായത് ഈ ടൈപ്പ്, പിന്നെ ഡിസ്ക് തെർമിസ്റ്റർ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്, അത് ഡിസ്ക് തെർമിസ്റ്റർ എന്ന് പറയും. പിന്നെ റോഡ് ടൈപ്പ് തെർമിസ്റ്റർ, അതായത് ഈ ഏകദേശം ഈ ഷേപ്പ് എന്നൊക്കെ പറയാം. അങ്ങനെ ഈ 3 ഷേപ്പിൽ നമുക്ക് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്ന ആ എലമെൻറ്റ് നമുക്ക് കിട്ടും. ഈ തെർമിസ്റ്ററിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ -250 ഡിഗ്രി സെൽഷ്യസ് മുതൽ 650 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ നേരത്തെ കണ്ട ഈ RTDയേക്കാളും കൂടുതൽ റേഞ്ച് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്ന എലമെൻറ്റിനുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് വളരെ ചെറുതാണ്, വളരെ ചീപ്പായിട്ട് കിട്ടും, വളരെ കോസ്റ്റ് കുറവാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസറാണ്, ടെമ്പറേച്ചർ സെൻസറാണ് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഈ തെർമിസ്റ്ററിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ RTDയിൽ മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ഈ മെറ്റലാണ് ഈ കോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, മെറ്റൽ വയേഴ്സാണ്. ഈ മെറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അതാണ് ആ പ്രിൻസിപ്പിളാണ് ഈ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടറിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ മെറ്റൽസിന് പകരം സെമി കണ്ടക്ടേഴ്സാണ് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്ന എലമെൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം സെമി കണ്ടക്ടറാണ്, മെറ്റൽസ് അല്ല, സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്തെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ഈ സെമി കണ്ടക്ടേഴ്സിൽ സംഭവിക്കുന്നത്. ആ സെമി കണ്ടക്ടേഴ്സാണ്, ആ പ്രിൻസിപ്പിളാണ് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്ന എലമെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അതായത് മെറ്റൽസിന് പകരം സെമി കണ്ടക്ടേഴ്സാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ RTD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ തെർമിസ്റ്ററിലുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമെന്ന് പറഞ്ഞു. ആ കുറയുന്നത് ഒരു നോൺ ലീനിയർ പാറ്റേണിലാണ് കുറയുന്നത്, ലീനിയർ അല്ല. നമ്മൾ RTDയിലാണെങ്കിൽ, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടറിലാണെങ്കിൽ, ടെമ്പറേച്ചർ എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്നത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഒരു ലീനിയർ ടൈപ്പിലാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതേ പ്രൊപ്പോർഷനിൽ തന്നെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കാൻ ഈസിയാണ്. പക്ഷേ ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് നോൺ ലീനിയർ ആണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ റെസിസ്റ്റൻസ് കുറയുന്നതിനെ നോൺ ലീനിയർ ആയിട്ടാണ് കുറയുന്നത്. അതുകൊണ്ട് തന്നെ മെഷർ ചെയ്തെടുക്കാനായിട്ടും അതിൽ നിന്ന് ആ ടെമ്പറേച്ചറിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും എല്ലാം കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ ഒരു ടൈപ്പിലാണെങ്കിൽ കോസ്റ്റ് കുറവാണ്, സൈസ് ചെറുതാണ്, വളരെ സ്റ്റേബിളാണ്, വളരെ സെൻസിറ്റീവാണ്. ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഈ തെർമിസ്റ്ററിനുണ്ട്. അപ്പം ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തെർമിസ്റ്ററിൽ സെമി കണ്ടക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്തെന്നാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോൺ ലീനിയർ ആയിട്ടാണ് ഈ വേരിയേഷൻ ഉണ്ടാകുന്നത്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നോൺ ലീനിയർ ആയിട്ടായിരിക്കും റെസിസ്റ്റൻസ് കുറയുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ആൻസർ ചെയ്താൽ പ്രത്യേകം മെൻഷൻ ചെയ്യുക. RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഇതിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു നോൺ ലീനിയർ പാറ്റേണിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സെമി കണ്ടക്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ RTDയിൽ ഉപയോഗിക്കുന്ന പറയും പോലെയൊക്കെ തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മെറ്റലിന് പകരം സെമി കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. അതിൽ ലീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലീഡ്സ് ഉപയോഗിച്ചാണ് ഇതിലുണ്ടാവുന്ന വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കുന്നതും, അത് മെഷർ ചെയ്തെടുത്തിട്ട് ആ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ബേസ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏത് ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത് അത് ഇതുമായിട്ട് ടച്ച് ചെയ്ത് വരിക, അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിൽ ഈ തെർമിസ്റ്റർ എന്ന് പറയുന്ന ആ കമ്പോണൻറ്റ് വയ്ക്കുക. അപ്പോൾ അത് ഉപയോഗിച്ച് ആ ബോഡിയുടെ ടെമ്പറേച്ചർ നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. -250 മുതൽ 650 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ നമുക്ക് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എക്സാമിന് വരയ്ക്കുമ്പോൾ ഈ 3 ടൈപ്പ് ഫിഗേഴ്സ് വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ പേരും കറക്റ്റായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഫിഗറായിട്ട് ഇത്രയും ചെറിയ സിമ്പിളായിട്ടുള്ള ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ.
പിന്നെ അതിൻ്റെ വർക്കിംഗ് എഴുതുക. സെമി കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അത് തന്നെ നോൺ ലീനിയർ പാറ്റേണിലായിരിക്കും റെസിസ്റ്റൻസ് കുറയുന്നത്. അത് ബേസ് ചെയ്ത് റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് തെർമിസ്റ്റർ എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ സെൻസറിൻ്റെ വർക്കിംഗ്. നാലാമതാണ് തെർമോകപ്പിൾ എന്ന് പറയുന്ന ടെമ്പറേച്ചർ സെൻസർ. ഈ തെർമോകപ്പിൾസ് നമ്മൾ പല സ്ഥലത്തും കേട്ട് കാണും. മേ ബി പ്രീവിയസ് സെമസ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ പലയിടത്തും കണ്ടു കാണും തെർമോകപ്പിൾസ് എന്ന് പറയുന്ന ഡിവൈസ്. ഈ തെർമോകപ്പിൾസും ടെമ്പറേച്ചർ സെൻസറായിട്ട് യൂസ് ചെയ്യാം. ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ തെർമോകപ്പിൾസിൽ ബേസിക്കലി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇതിൽ നമ്മുടെ ഈ സ്ലൈഡിൽ കാണിച്ചത് ഈ മൂന്നാമത്തെ പോയിന്റ്, ബൈ മെഷറിംഗ് വോൾട്ടേജ് ബിറ്റ്വീൻ ടു ഡിസിമിലർ മെറ്റൽസ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ രണ്ട് സിമിലർ അല്ലാത്ത മെറ്റൽസ്, രണ്ട് ഡിസിമിലർ മെറ്റൽസിൻ്റെ ഉപയോഗിച്ചുള്ള ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻ അത് മെഷർ ചെയ്തെടുത്താണ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ തെർമോകപ്പിൾസ് വർക്ക് ചെയ്യുന്നത്. ഇത് ഇങ്ങനൊരു സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റൽ ആയിരിക്കും, ബി എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് മെറ്റൽ ആയിരിക്കും. എന്ത് മെറ്റലാണെന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റൽ, ബി എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് മെറ്റൽ. രണ്ട് ഡിസിമിലർ മെറ്റൽസ് ഉപയോഗിക്കണമെന്നാണല്ലോ. അതുകൊണ്ട് എ എന്ന് പറയുന്ന മെറ്റലും ബി എന്ന് പറയുന്ന വേറൊരു മെറ്റൽ എടുക്കും. അത് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സർക്യൂട്ട്, ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാം. നമ്മുടെ എക്യുപ്മെൻറ്റിൽ ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ല. ഇത് നമ്മുടെ എയർവാക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫിഗറാണ്. ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, ഈ സർക്യൂട്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ വയർ എന്ന് പറഞ്ഞാൽ എ എന്ന മെറ്റൽ ഉപയോഗിച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സർക്യൂട്ട്, ഈ ഒരു ലൈനും ഈ ഒരു വയറും എ എന്ന മെറ്റൽ ഉപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ ഒരു വയർ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന മെറ്റൽ ഉപയോഗിച്ചായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ജംഗ്ഷനുണ്ട്. രണ്ട് ജംഗ്ഷൻ, ഇത് ഒരു ജംഗ്ഷനും ഇത് രണ്ടാമത്തെ ജംഗ്ഷനും. ഈ രണ്ട് ജംഗ്ഷനും ഫോം ചെയ്തിരിക്കുന്ന ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അതായത് ഇവിടെ ഈ ബി എന്ന വയറും ഈ എ എന്ന വയറും കൂടി ചേർന്നാണ് ഈ ഒരു ജംഗ്ഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജംഗ്ഷൻ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് ഡിസിമിലർ മെറ്റൽസ്, എ എന്ന് പറയുന്ന മെറ്റലും ബി എന്ന മെറ്റലും കൂടെ ഫോം ചെയ്താണ്, രണ്ട് മെറ്റൽസ് ഫോം ചെയ്താണ് ഈ മെഷറിംഗ് ജംഗ്ഷനും ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനെ മെഷറിംഗ് ജംഗ്ഷൻ എന്ന് പറയും. രണ്ടാമത്തെ ജംഗ്ഷനെ റഫറൻസ് ജംഗ്ഷൻ എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റഫറൻസ് ജംഗ്ഷനെ നമ്മൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. മിക്കവാറും അത് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. 0 ഡിഗ്രി സെൽഷ്യസിൽ എപ്പോഴും ഒരു ജംഗ്ഷനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതിന് ഐസ് ബാത്തൊന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഡിവൈസ് ഉപയോഗിച്ച് എപ്പോഴും ഒരു ജംഗ്ഷനെ നമ്മൾ ഒരു റഫറൻസ് ജംഗ്ഷനായിട്ട് എടുക്കും. അതിനെ മോസ്റ്റ് പ്രോബബ്ലി ഒരു 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മറ്റേ ജംഗ്ഷനെയാണ് മെഷറിംഗ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഏത് ബോഡിയുടെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത് ആ ബോഡി ഈ ജംഗ്ഷനുമായിട്ടായിരിക്കും കോൺടാക്റ്റിൽ വരുന്നത്. എന്നിട്ടായിരിക്കും ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ജംഗ്ഷനും ഫോം ചെയ്തിരിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് മെറ്റൽസ് ജോയിൻ ചെയ്തുള്ള ജംഗ്ഷനിലാണ്. ഇവിടെ എ എന്നും ബി എന്നുള്ള മെറ്റൽസ് ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ ബി എ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് മെറ്റൽസ് ജോയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ജംഗ്ഷനും ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് ജംഗ്ഷൻ ഉപയോഗിച്ചുള്ള വയേഴ്സ് ഉപയോഗിച്ച് ജംഗ്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു EMF ക്രിയേറ്റ് ആവും എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. അതായത് ഈ ജംഗ്ഷനിലും ഒരു EMF ജനറേറ്റ് ആവും, ഈ ജംഗ്ഷനിലും ഒരു EMF ജനറേറ്റ് ആവും. ഈ ഒരു പ്രോപ്പർട്ടിയെ സീബെക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് സിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ചേർന്നുള്ള ജംഗ്ഷനിൽ ഒരു EMF ജനറേറ്റ് ചെയ്യും എന്ന് പറയുന്ന ആ എഫക്റ്റിനെ സീബെക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ തെർമോകപ്പിൾസ് ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സീബെക്ക് എഫക്റ്റ് എന്ന ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്. അതായത് രണ്ട് ഡിസിമിലർ മെറ്റൽസ് ഉപയോഗിച്ചുള്ള ജംഗ്ഷനിൽ ഒരു EMF ജനറേറ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ EMF എന്ന് പറയുന്നത്, ഇവിടെ രണ്ട് ജംഗ്ഷനുണ്ട്, ഇവിടെയും EMF ജനറേറ്റ് ആവും, ഇവിടെയും EMF ജനറേറ്റ് ആവും. സപ്പോസ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ രണ്ട് ജംഗ്ഷനെയും ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഈ EMFൻ്റെ ആൾജിബ്രൈക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ട് ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ സെയിം ആണ് എങ്കിൽ ഈ രണ്ട് ജംഗ്ഷനിലും ഫോം ചെയ്യുന്ന EMFൻ്റെ ആൾജിബ്രൈക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ കേസിൽ, അതായത് പ്രാക്ടിക്കൽ കേസിലാണെങ്കിൽ രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. കാരണം ഇത് എപ്പോഴും ഒരു 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ മെഷറിംഗ് ജംഗ്ഷനിലായിരിക്കും നമ്മുടെ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെയും ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ജംഗ്ഷനിലും ഫോം ചെയ്യുന്ന EMFൻ്റെ ആൾജിബ്രൈക് സം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കത്തില്ല, വേറെ ഒരു വാല്യൂ ആയിരിക്കും. രണ്ട് EMFൻ്റെ ആൾജിബ്രൈക് സം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, 0 ആയിരിക്കത്തില്ല, മറ്റൊരു വാല്യൂ ആയിരിക്കും. ആ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ EMF, രണ്ട് ജംഗ്ഷൻ്റെ EMF എത്രയാണെന്നും അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, ആൾജിബ്രൈക് സമ്മും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ അതിനെ ബേസ് ചെയ്ത് ഈ മെഷറിംഗ് ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിന് ഈ മെഷറിംഗ് ജംഗ്ഷൻ്റെയും ഈ ജംഗ്ഷന് EMF എത്രയാണെന്ന് മെഷർ ചെയ്യാനായിട്ട് ഈ ലീഡ്സ് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അവിടെ ഒരു വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ച് ഈ രണ്ട് ജംഗ്ഷനിലുള്ള ആൾജിബ്രൈക് സം ഓഫ് ദീസ് EMF എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ EMF എന്ന് പറയുന്ന വോൾട്ടേജ് ആണല്ലോ. ആ വോൾട്ടേജ് ആൾജിബ്രൈക് സം ഓഫ് ദീസ് ടു EMF എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കാനായിട്ട് വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ് കാണും. ആ കിട്ടുന്ന EMF ആൾജിബ്രൈക് സം ഓഫ് ദീസ് ടു EMF അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അതിനെ ബേസ് ചെയ്ത് ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. അവിടെയും ഈ റെഫറൻസ് ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പം എത്ര ആൾജിബ്രൈക് EMFൻ്റെ ആൾജിബ്രൈക് സം എത്രയാണോ അതിനെ ബേസ് ചെയ്ത് ഈ മെഷറിംഗ് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അത് മാനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെല്ലാം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ വരുന്ന വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ച് ഇതിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്തിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് ഈ മെഷറിംഗ് ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് അത് തന്നെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളൂ. അതിനുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം ഈ എക്യുപ്മെൻറ്റിൽ തന്നെ കാണും. അപ്പോൾ ഇങ്ങനെയാണ് തെർമോകപ്പിളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ തെർമോകപ്പിൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് മോർ ദാൻ 650 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കാനാണ്. അതായത് ഒരു പൈറോമീറ്റർ എന്നൊക്കെ പറയാം. പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സിനെയാണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. ഈ തെർമോകപ്പിൾസ് ബേസിക്കലി ഗ്രേറ്റർ ദാൻ 650 ഡിഗ്രി സെൽഷ്യസിലുള്ള ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ഡിസിമിലർ മെറ്റൽസ് ഉപയോഗിച്ച് 2 ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ജംഗ്ഷൻ റെഫറൻസ് ജംഗ്ഷൻ എന്ന് പറയും, മറ്റേ ജംഗ്ഷനെ മെഷറിംഗ് ജംഗ്ഷൻ എന്ന് പറയും. ഈ റെഫറൻസ് ജംഗ്ഷനെ നമ്മൾ എപ്പോഴും ഒരു 0 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഈ 2 ജംഗ്ഷനിലും ഓരോ EMF ജനറേറ്റ് ആവും. ആ EMF 2 ഡിസിമിലർ മെറ്റൽസ് ചേർന്നുള്ള ജംഗ്ഷനിൽ EMF ജനറേറ്റ് ആവും എന്ന് പറയുന്ന ആ എഫക്റ്റിനെ സീബെക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഈ 2 ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ സെയിം ആണ് എങ്കിൽ ആൾജിബ്രൈക് സം ഓഫ് ദീസ് ടു EMF എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു ജംഗ്ഷൻ 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും, മറ്റത് മെഷറിംഗ് ജംഗ്ഷനാണ്, ഏതെങ്കിലും എക്യുപ്മെൻ്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾജിബ്രൈക് സം ഓഫ് ദീസ് ടു EMF എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കത്തില്ല, മറ്റൊരു വാല്യൂ ആയിരിക്കും. ആ വാല്യൂ എത്രയാണെന്നാണ് മെഷർ ചെയ്തെടുക്കുന്നത്. വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ് പുറത്തുണ്ട്. അപ്പോൾ EMF എത്രയാണെന്ന് അത് മെഷർ ചെയ്തെടുക്കുന്നു. അതിനെ ബേസ് ചെയ്ത് ഈ മെഷറിംഗ് ജംഗ്ഷനുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് തെർമോകപ്പിൾ എന്ന് പറയുന്ന ടെമ്പറേച്ചർ സെൻസറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. എക്സാമിന് ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഇത് നമ്മുടെ എയർ വാക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. ഇതൊരു എക്യുപ്മെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാം. ആക്ച്വൽ എക്യുപ്മെൻറ്റ് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് സിമ്പിൾ സെൻറ്റൻസിൽ എഴുതുക. അപ്പോൾ ഇത്രയാണ് 2 ടെമ്പറേച്ചർ സെൻസേഴ്സ്, തെർമിസ്റ്റേഴ്സും പിന്നെ തെർമോകപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഒരു ടെമ്പറേച്ചർ സെൻസറും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.